അയോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ ആഡറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാഫ് ആഡർ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ക്യാരി വന്നാൽ അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. രണ്ട് ഇൻപുട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എയും ബിയും ഓൾറെഡി കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ പുറമെ ക്യാരി കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഫുൾ ആഡറിൻ്റെ കേസിൽ നമുക്ക് പോസിബിൾ ആണ്. അതായത് ക്യാരി കൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്. നമുക്ക് നോക്കാം. Full adder is a combination circuit which perform arithmetic addition of 3 1-bit numbers. അതായത് ഇതിനകത്ത് 1-bit നമ്പേഴ്സിൻ്റെ ത്രീ 1-bit നമ്പേഴ്സിൻ്റെ അഡീഷൻ നമ്മുടെ ഫുൾ ആഡറിനകത്ത് പോസിബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എയും ബിയും കൊടുത്താൽ അതിൻ്റെ കൂടെ ക്യാരിയും കൂടെ പോസിബിൾ ആണ്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് 3 ബൈനറി ഡിജിറ്റ്സ് കൺസിസ്റ്റ് ഓഫ് 8 പോസിബിൾ കോമ്പിനേഷൻസ്. അപ്പോൾ നമ്മൾ ഇത്തരം 3 ബൈനറി ഡിജിറ്റിൻ്റെ ഒരു ആഡർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് 8 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഫ് ആഡർ പറഞ്ഞപ്പോൾ അതിനകത്ത് 2 ബൈനറി ഡിജിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2n നമ്മൾ കാണുക. അപ്പോൾ 2 കിട്ടും. അപ്പോൾ 4 കോമ്പിനേഷൻസാണ് നമുക്ക് അപ്പം ഉണ്ടായിരുന്നത്. ഇവിടെ കേസിൽ അങ്ങനെയില്ല, 3 ബൈനറി ഡിജിറ്റാണ്. അതുകൊണ്ട് തന്നെ 2 അതായത് 2 × 2 × 2 8 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. നമ്മൾ ടേബിൾ കാണിക്കും കേട്ടോ. Then inputs are 3 single binary bits A, B and C in. C in ആണ് ക്യാരി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഹാഫ് ആഡർ പറഞ്ഞപ്പോൾ 1ഉം 1ഉം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 0 കിട്ടും, ക്യാരി 1 കിട്ടും അല്ലേ? 1ഉം 1ഉം ആഡ് ചെയ്താൽ സമ്മ് 0 കിട്ടും, ക്യാരി 1 കിട്ടും. ഈ ക്യാരി 1 നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് കിട്ടിയ ബിറ്റുകളുണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബിറ്റുകളായിട്ട് ആഡ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ബൈനറി അഡീഷനൊക്കെ ചെയ്യുന്നത്. നമ്മൾ കുറേ മുന്നേ ഫസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഓൾറെഡി അതിനകത്ത് A1ഉം B1ഉം ഉണ്ട്, പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് കിട്ടിയ ക്യാരി 1 ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 1 ഒരുമിച്ച് വരുമ്പോൾ ഒന്നും ചെയ്യാനുള്ള സൊല്യൂഷൻ ഹാഫ് ആഡറിലില്ല. പക്ഷേ നമ്മൾ ഈ ഫുൾ ആഡറിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് കിട്ടിയ ക്യാരീനെ C എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തിട്ട് എയും ബിയും സിനും അങ്ങോട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് സൊല്യൂഷൻ കാണുന്നത്. അത് നമുക്ക് ഫിഗറൊക്കെ വെച്ച് കാണാം. അപ്പോൾ ഇവിടെ ഇൻപുട്ടായിട്ട് വരുന്നത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഈ സി എന്ന് പറഞ്ഞാൽ ക്യാരിയാണ്. ഔട്ട്പുട്ട് വരുന്നത് ഒന്ന് സമ്മുണ്ട്, പിന്നെ ക്യാരി ഔട്ട് ഉണ്ട്. അതായത് അതിൽ നിന്ന് സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ക്യാരി ഉണ്ടായിരിക്കും, അതുണ്ടായിരിക്കും. നമുക്ക് ഫിഗർ ഞാൻ കാണിക്കാം. ഇതാണ് ഫുൾ ആഡറിൻ്റെ ഫിഗർ. ഇവിടെ കണ്ടോ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരാണ് ഒരുമിച്ച് ഇൻപുട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു സമ്മ് കിട്ടും, ഒരു സി ഔട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ടേബിൾ ഉണ്ട്, ടേബിൾ വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇതിനകത്ത് എയും ബിയും സിയും ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അവർ ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ എയും ബിയും സിയും 0 ആണെങ്കിൽ സമ്മ് 0, ക്യാരി 0. എയും ബിയും 0 ആണ്, സി ക്യാരി എന്താണ് 1 ആണ്. അങ്ങനെയെങ്കിൽ സമ്മ് എന്താണ്? സമ്മ് 1, ക്യാരി 0. ഇനി എയും ബിയും സിയും എന്താണ്? അതിനകത്ത് എയും സിയും 0 ആണ്, ബി 1 ആണ്. അതായത് ഈ 3 കോമ്പിനേഷനകത്ത് ഏതെങ്കിലും ഒന്ന് 1 ആയാൽ സമ്മ് 1 കിട്ടും, ക്യാരി 0 കിട്ടും. കണ്ടോ? ഇതിൻ്റെ കേസിൽ ഒന്ന് മാത്രമേ 1 ആയിട്ടുള്ളൂ. അപ്പോൾ സമ്മ് 1, ക്യാരി 0. ഇവിടെ കണ്ടോ, ഒന്ന് 1 ആയി, അപ്പോൾ സമ്മ് 1, ക്യാരി 0. പിന്നെ ഇവിടെ കേസ് വരുമ്പോൾ 2 1 ഉണ്ട്, ഒന്ന് 0 ആണ്. ഈ 2 1 വരുമ്പോൾ കേസിലാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ക്യാരി കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ, 1ഉം 1ഉം ആഡ് ചെയ്താൽ സമ്മ് 0 കിട്ടും, ക്യാരി 1 കിട്ടും. ആ 1 ആണ് നമ്മൾ പുറത്തേക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ? അതേപോലെ 1ഉം 1ഉം ചെയ്യുമ്പോൾ സമ്മ് 0 കിട്ടും, ക്യാരി 1 കിട്ടും. പിന്നത്തെ കേസിൽ എന്താണ്? 1 0 0 ആണ്. അതായത് ഒരു 1 മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ 1 ഇതേപോലെ ഇവിടെ വരും, 0 ഇടും. പിന്നെ വരുന്ന കേസ് 1 0 1, അതായത് 2 1 ഉണ്ട്. 2 1 എന്നുണ്ടായ അതേ മെത്തേഡാണ് ഇവിടെ നടക്കുന്നത്. സമ്മ് 0 ആണ്, ക്യാരി 1 ആണ്. പിന്നത്തെ കേസിൽ 2 1 ഉണ്ട്, അപ്പോൾ സമ്മ് 0 ആണ്, ക്യാരി 1 ആണ്. പിന്നെ ലാസ്റ്റ് കേസിൽ 3 1 ആണ്, 1 1 1. അങ്ങനത്തെ കേസ് വരുമ്പോൾ സമ്മും 1 ആണ്, ക്യാരിയും 1 ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഫുൾ ആഡർ പറയുകയാണെങ്കിൽ ഇങ്ങനെ ബൈനറി ഡിജിറ്റിൻ്റെ അഡീഷൻ ചെയ്യുമ്പോൾ ക്യാരിയും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് സൊല്യൂഷൻ കാണുന്നത്. പക്ഷേ ഹാഫ് ആഡറിൻ്റെ കേസിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ആ ലിമിറ്റേഷൻ നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ഫുൾ ആഡർ ഹാഫ് ആഡർ ഒക്കെ പറഞ്ഞില്ല, അതേപോലെ തന്നെ സബ്സ്ട്രാക്ടർ ഉണ്ട് കേട്ടോ. ഹാഫ് സബ്സ്ട്രാക്ടർ, ഫുൾ സബ്സ്ട്രാക്ടറൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് അവിടെ സബ്സ്ട്രാക്ഷൻ, ബൈനറി സബ്സ്ട്രാക്ഷനാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ എക്സാമിനോ ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾസേ പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നു, കാരണം നിങ്ങൾ പഠിച്ച ഒന്നുകൂടെ ഡിഗ്രിക്കോ പഠിച്ചതായിരിക്കാം, അപ്പോൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ സബ്സ്ട്രാക്ടറൊന്നും നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ല, ഫുൾ ആഡർ ആഡേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ആഡേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സബ്സ്ട്രാക്ടർ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ബൈനറി ഡിജിറ്റ്സ് സബ്സ്ട്രാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ സംഭവം.
ഇനി സമ്മ്. നമ്മളിനി സമ്മ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക ഒരു കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ എ ഡാഷ് ഉണ്ട്, എ ഉണ്ട്. കണ്ടോ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ കെ മാപ്പ് പഠിക്കുമ്പോൾ അതിന് അകത്ത് പഠിക്കുന്നതാണ്. എ ഡാഷ് കൊടുത്തു, ഇവിടെ എ കൊടുത്തു, ഇവിടെ ഓരോന്നിനും ഓരോ പൊസിഷനിങ്ങാണ്. ബി ഡാഷ്, സി ഡാഷ്, ബി ഡാഷ് സി, ബി സി ഡാഷ് എന്നൊക്കെ കൊടുത്തു. അപ്പോൾ 0 0 ആണ്. ഈ ഡാഷിലുള്ളടത്തൊക്കെ 0 ആട്ടോ. കണ്ടോ ഇവിടെ 0, ഇവിടെ 1, ഇത് 2 0, ഇവിടെ ഡാഷില്ലാത്ത 1, ഡാഷുള്ളത് 0 0 1 1 1 1 0. ഓക്കെ. അപ്പോൾ നമ്മളിനി ആ ടേബിളിൽ പറഞ്ഞ പോലെ ആർക്കൊക്കെയാണ് സമ്മ് 1 ഉള്ളത് അവിടെയൊക്കെ 1 ഇടാണ്. എവിടെയാണ് സമ്മ് 1 ഉള്ളത്? ഫസ്റ്റ് എ ബി, എ ഡാഷ് ബി ഡാഷ് സി, ഇവിടെ എ ഡാഷ് ബി ഡാഷ് സി. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. പിന്നെ 1 ഉള്ള എവിടെയാണ്? എ ഡാഷ് ബി സി ഡാഷ്, എ ഡാഷ് ബി സി ഡാഷ്. കണ്ടോ ഇവിടെ എ ഡാഷ് ബി സി ഡാഷ് ഇവിടെ 1. അതായത് ഈ 0 ഉള്ളതാണ് നമ്മൾ എ ഡാഷ് ആക്കി പറയുന്നത് കേട്ടോ. ഇനി 1 ഉള്ള ഇവിടെ നോക്കാം. കണ്ടോ എ ബി ഡാഷ് സി ഡാഷ്. അതായത് ബി ഡാഷും സി ഡാഷും പറയാൻ കാരണം രണ്ടിടത്ത് 0 ആണ്. അതിൻ്റെ സമ്മ് 1 ആണ്. അതായത് എ ബി ഡാഷ് സി ഡാഷ്. കണ്ടോ ഇവിടെ 1 ഇട്ടു. ഇനി അടുത്ത 1 എവിടെ വരുന്നത്? ഇതാ എ ബി സി, എ ബി സിക്ക് 1 വന്നു. ഇതാ എ ബി സി. കണ്ടോ ഇവിടെ 1 വന്നു. അതായത് ആ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് 1 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ നമുക്ക് നമുക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാൻ കഴിയുന്നില്ല, ഇല്ലല്ലോ. അതായത് 2 കോമ്പിനേഷൻ ഇല്ല, 4 പിന്നെ അങ്ങോട്ട് ഏത് കോമ്പിനേഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ചെക്ക് ബോർഡ് കോൺഫിഗറേഷൻ. ഇത് എന്ന് പറഞ്ഞാൽ ചെക്ക് ബോർഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ്. അതായത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കെ മാപ്പ് സിംപ്ലിഫിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കേസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷനാക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻപുട്ടുകൾ ഉണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇത് മൂന്നിനും കൂടി നമ്മൾ എക്സ്ക്ലൂസീവ് ഓറാക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനകത്ത് നമുക്ക് ഗ്രൂപ്പിംഗ് ഒന്നും പോസിബിൾ അല്ല. പിന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് ഓറേ നമ്മളെ മുന്നിലൊരു സൊല്യൂഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എസ് ഈക്വൽ ടു എ എക്സ്ക്ലൂസീവ് ഓർ ബി എക്സ്ക്ലൂസീവ് ഓർ സി അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അതാണ്, എ എക്സ്ക്ലൂസീവ് ഓർ ബി എക്സ്ക്ലൂസീവ് ഓർ സി. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഇനി ലോജിക്കൽ കോമ്പിനേഷൻസ് ഉണ്ടാക്കും കേട്ടോ. ലോജിക്കൽ സർക്യൂട്ട്സ് ഉണ്ടാക്കും. ഇനി ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ കൂടെ നോക്കാം. ക്യാരി ഔട്ടിൻ്റെ കേസ് വരുമ്പോൾ 1 കിട്ടുന്ന എവിടെയാണ്? എ ഡാഷ് ബി സി. കണ്ടോ എ ഡാഷ് ബി സിക്ക് 1 കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ 1 കിട്ടുന്നതാണ് നോക്കുന്നത്. എ ഡാഷ് ബി സി. കണ്ടോ ഇവിടെ 1 ഇട്ടു. പിന്നെ ഏതാ കിട്ടിയത്? പിന്നെ എ ബി ഡാഷ് സി, എ ബി ഡാഷ് സി. ഇവിടെ എ ബി ഡാഷ് സി. ഇതാ എ ബി ഡാഷ് സി. പിന്നെ ഇവിടെ 1 കിട്ടിയത് എ ബി സി ഡാഷ്, എ ബി സി ഡാഷ് ഇവിടെ കിട്ടി. ഇനിയുണ്ടോ? പിന്നെ എ ബി സിക്കും കിട്ടിയിട്ടുണ്ട്. എ ബി സി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുകയാണ് നോക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. 2 ഉള്ള ജോഡിയാക്കിയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 വട്ടം ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? സി ഈക്വൽ ടു ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എയും എ ഡാഷ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബി സി മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം ഫസ്റ്റ് നമ്മൾ ഈ ഗ്രൂപ്പിംഗ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല, രണ്ടും ക്യാൻസലായി പോകും. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ബി സി ഉള്ളൂ. അപ്പോൾ ബി സി നമ്മൾ എടുത്തെഴുതി. പിന്നെ ഇത് നോക്കുമ്പോൾ ആരാണ്? എ ഉണ്ട്, പിന്നെ ബി ഡാഷ് ആണ് ഇവിടെ ബി ആണ്. അപ്പോൾ ക്യാൻസലായി പോകും. സി പക്ഷേ ഓക്കെ ആണ്. അപ്പോൾ സി ഉണ്ട്, എ സി വരും. പിന്നെ ഇത് വരുമ്പോൾ ആരൊക്കെയുള്ളത്? എ ഉണ്ട്, പിന്നെ ബിയും ബി സിയും ബി സി ഡാഷും ആണ്. അപ്പോൾ അതിനകത്ത് സിയും ക്യാൻസലായി പോകും, ബി. അപ്പോൾ എ ബി. അപ്പോൾ ബി സി പ്ലസ് എ സി പ്ലസ് എ ബി. അതാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇനി കോമ്പിനേഷൻ സർക്യൂട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സി ഔട്ട് ബി സി പ്ലസ് എ സി പ്ലസ് എ ബി സം ഈക്വൽ ടു എ എക്സ്ക്ലൂസീവ് ഓർ ബി എക്സ്ക്ലൂസീവ് ഓർ സി. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ലോജിക് സർക്യൂട്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഏതാണ് നമ്മുടെ സമ്മിൻ്റെ കേസ് വരുമ്പോൾ എക്സ്ക്ലൂസീവ് ഓറിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ഓർ സമ്മിന് വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ആരൊക്കെ പോകുന്നത്? എ എക്സ്ക്ലൂസീവ് ഓർ ബി എക്സ്ക്ലൂസീവ് ഓർ സി. അപ്പോൾ എന്ന് കണക്ഷൻ പോയി, ബിന്ന് കണക്ഷൻ പോയി, ക്യാരിന്ന് കണക്ഷൻ പോയി. എക്സ്ക്ലൂസീവ് ഓറിലൂടെ പാസ് ചെയ്ത് റിസൾട്ട് കിട്ടും. ഇനി നമ്മുടെ ക്യാരി ഔട്ടിൻ്റെ കേസ് വരുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? എ ബി ഉണ്ടായിരുന്നു. എ അതേപോലെ ബി ഇവിടെത്തി ആൻഡ് ഗേറ്റിലെത്തി എ ബി. അതേപോലെ ബിയും സിയും ആൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്തു ബി സി. അതേപോലെ എയും സിയും ആൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്തു എ സി. എന്നിട്ട് ഈ 3 പേരും കൂടെ ഒരു ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്തു. അതാണ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫുൾ ആർഡറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എൻകൗണ്ടേഴ്സും ഡീകൗണ്ടേഴ്സും പറയാനുണ്ട്. നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഡീകൗണ്ടേഴ്സേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് അതൊക്കെ പറയുകയാണ്.
അപ്പോൾ ജസ്റ്റ് ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എക്സാമിന് ഏത് രീതിയിൽ ചോദിക്കും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. അതായത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെടുക്കുക, എടുത്തിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് പരിചയമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് കംഫർട്ടല്ല, ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് കണ്ടൻറ്റ് കയ്യിൽ അങ്ങോട്ട് കിട്ടും. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ MCA ഒക്കെ പഠിച്ചപ്പോൾ ഒരു എക്സാമൊക്കെ ഞാൻ അതിൻ്റെ ബാക്കിൽ മാത്രം എഴുതിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും സാഹചര്യങ്ങളില്ലാതെ വരുമ്പോൾ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അതൊക്കെയേ സൊല്യൂഷനുള്ളൂ. പിന്നെ ടൈമുള്ളവർക്ക് ബുക്കൊക്കെ എടുത്ത് വ്യക്തമായിട്ട് പഠിച്ച് തന്നെ എക്സാം എഴുതാട്ടോ. ഞാനിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ ആളുകൾക്കും ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കും വീട്ടിൽ. ചിലർക്ക് ആഗ്രഹം കൊണ്ട് പഠിക്കാൻ വന്നവരായിരിക്കും, പക്ഷേ അവർക്ക് അതിനുള്ള ടൈമോ ചുറ്റുപാടുകളോ ഒരു പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാവില്ല. അത്തരം ആളുകളൊക്കെ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. കാരണം നമുക്ക് നല്ല മാർക്കിൽ പാസ്സാവുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ വ്യക്തമായി മനസ്സിലായി പോവുക. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ ഫുൾ ആർഡറിനെ കുറിച്ച്. അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ എഴുതി എടുത്തോളൂ കേട്ടോ.